പ്രയോട്ടികളെ ഇനി സി പാർട്ട് മുതലാണ് പഠിക്കാനുള്ളത്. ഇഫ് എ ബി സി ആർ ഇൻ ജി പി ആൻഡ് എ റേസ് ടു 1/x ഈസ് ഇക്വൽ ടു ബി റേസ് ടു 1/y ഈസ് ഇക്വൽ ടു സി റേസ് ടു 1/z പ്രൂവ് ദാറ്റ് എക്സ് വൈ സെഡ് ആർ ഇൻ എ പി. ഇഫ് എ ബി സി ആർ ഇൻ ജി പി ആൻഡ് എ റേസ് ടു 1/x ഈസ് ഇക്വൽ ടു ബി റേസ് ടു 1/y ഈസ് ഇക്വൽ ടു സി റേസ് ടു 1/z പ്രൂവ് ദാറ്റ് എക്സ് വൈ സെഡ് ആർ ഇൻ എ പി. രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഗിവൺ എന്നും പറഞ്ഞ് എടുത്തെഴുതുക. എ ബി സി ആർ ഇൻ ജി പി അതാണ് ആദ്യം എഴുതേണ്ടത്. എ ബി സി ആർ ഇൻ ജി പി. അത് ഓർ ക്വസ്റ്റിൻ്റെ സി പാർട്ടായിരുന്നു. ഈ സി പാർട്ടാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇഫ് mth ടേം ഓഫ് ആൻ എ പി ഈസ് n ആൻഡ് nth ടേം ഈസ് m. mth ടേം ഓഫ് ആൻ എ പി n, nth ടേം m, m നോട്ട് ഇക്വൽ ടു n. ഫൈൻഡ് pth ടേം. ഒരു എ പിയുടെ mth ടേം n ആണെന്നും nth ടേം m ആണെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ m നോട്ട് ഇക്വൽ ടു n ആണ്. pth ടേം കാണുക. അപ്പോൾ അത് എ പിയുടെ പ്രോബ്ലമാണ്. എ പി ആണോ ജി പി ആണോ എന്നുള്ളത് കൃത്യം ആദ്യം എഴുതുക. mth ടേം ഈസ് n, am ഈസ് ഇക്വൽ ടു n, nth ടേം ഈസ് m, an ഈസ് ഇക്വൽ ടു m. അപ്പോൾ കണക്കിൻ്റെ ഭാഷയിൽ വേർഡ്സിൽ തന്നിരിക്കുന്ന കാര്യം നമ്മൾ എഴുതി. mth ടേം എ പിയുടെ mth ടേം എഴുതേണ്ടത് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു n, ഇക്വേഷൻ 1. nth ടേം എഴുതേണ്ടത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു m, ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ 1ഉം 2 ഉപയോഗിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് നമുക്ക് ഡിയും പിന്നെ എയും കണ്ടുപിടിക്കാൻ പറ്റും. കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എ പോയി കിട്ടും. അതുകൊണ്ട് ഇക്വേഷൻ 1ൽ നിന്ന് 2 നമ്മൾ കുറച്ചു. അപ്പോൾ എൽ എച്ച് എസ് തമ്മിൽ കുറയ്ക്കുന്നു, ആർ എച്ച് എസ് തമ്മിൽ കുറയ്ക്കുന്നു. എൽ എച്ച് എസ് തമ്മിൽ കുറയ്ക്കുമ്പോൾ എ ക്യാൻസലായിപ്പോയി. പിന്നെ ഡിയുടെ ടേമുകൾ തമ്മിലാണ് കുറയ്ക്കേണ്ടത്. നമുക്ക് ഡി കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ m മൈനസ് 1 മൈനസ് n മൈനസ് 1 ചെയ്താൽ മതി. ഓരോന്നും ഓരോ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഈക്വൽ ടു n മൈനസ് m. അപ്പോൾ ഡി ഇൻറ്റു ബ്രാക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രാക്കറ്റ് കൊടുക്കണം, കാരണം ഇടയ്ക്ക് മൈനസ് സൈനാണ്. m മൈനസ് 1 മൈനസ് n പ്ലസ് 1 ഈക്വൽ ടു n മൈനസ് m. ഡി ഇൻറ്റു m മൈനസ് n ഈസ് ഇക്വൽ ടു n മൈനസ് m. അപ്പോൾ ഡി കാണാൻ n മൈനസ് m ബൈ m മൈനസ് n. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ആൻസർ -1. അങ്ങനെ ഡിയുടെ വില കിട്ടിയത് നമ്മൾ ഇക്വേഷൻ 1ലോ 2ലോ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇക്വേഷൻ 1ലാണ് പുട്ട് ദ വാല്യൂ ഓഫ് ഡി ഇൻ ഇക്വേഷൻ 1 കൊടുത്തു. എ പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് -1 ഈക്വൽ ടു n. ഇൻറ്റു ഇട്ടിട്ട് വേണം -1 എഴുതാൻ. അപ്പോൾ എ കിട്ടാൻ n ഈ ടേം അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആയി മാറുന്നു. പ്ലസ് m മൈനസ് 1. അപ്പോൾ n പ്ലസ് m മൈനസ് 1 ആണ് എയുടെ വില. ഡിയുടെ വിലയും എയുടെ വിലയും മാർക്ക് ചെയ്യുക. നമ്മുടെ ചോദ്യം pth ടേം കാണാനായിരുന്നു. pth ടേമിന് എ പി എന്നാണ് സിമ്പൽ. എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി ആണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്ക് കിട്ടിയ എയും ഡിയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. pth ടേമിൽ എന്തായാലും പി കാണും. ഇനി എയുടെ സ്ഥാനത്ത് n പ്ലസ് m മൈനസ് 1 പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് -1. അപ്പോൾ m പ്ലസ് n മൈനസ് 1 മൈനസ് പി പ്ലസ് 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് m പ്ലസ് n മൈനസ് പി. അപ്പോൾ pth ടേം m പ്ലസ് n മൈനസ് പി എന്നാണ് ആൻസർ കിട്ടിയത്. pth ടേം കണ്ടുപിടിച്ചു. ഒന്നാളെ പറയാം, ഇത് എ പിയുടെ പ്രോബ്ലമാണ്. mth ടേം ഈസ് n ആൻഡ് nth ടേം ഈസ് m എടുത്തെഴുതി. എന്താണ് mth ടേം? a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു n, ഇക്വേഷൻ 1. an എന്താണ്? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു m, ഇക്വേഷൻ 2. അവ തമ്മിൽ കുറച്ച് എയും ഡിയും നമ്മൾ കണ്ടുപിടിക്കുന്നു. ആദ്യം ഡി കിട്ടുന്നു. ഡിയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വില കിട്ടുന്നു. കുറയ്ക്കുകയാണെങ്കിൽ എ പോയി കിട്ടും. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. എ ക്യാൻസലായിപ്പോയി. പിന്നെ ഡിയുടെ ടേം തമ്മിൽ LHS കുറയ്ക്കാൻ ഡി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് m മൈനസ് 1 മൈനസ് ഓഫ് n മൈനസ് 1 ചെയ്യുക. ഈക്വൽ ടു RHS തമ്മിൽ കുറയ്ക്കുമ്പോൾ n മൈനസ് m ഡി ഇൻറ്റു m മൈനസ് 1 മൈനസ് n പ്ലസ് 1 ഈക്വൽ ടു n മൈനസ് m. d ഇൻറ്റു m മൈനസ് n ഈസ് ഈക്വൽ ടു n മൈനസ് m.
ഡി ഈസ് ഈക്വൽ ടു n മൈനസ് എം ബൈ എം മൈനസ് എൻ. ആൻസർ -1. ആൻസർ വരച്ചിടുക. പുട്ട് ദ വാല്യൂ ഓഫ് ഡി ഇൻ ഇക്വേഷൻ 1. എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു n. ഇവിടെ ഇൻറ്റു ഇട്ട് വെച്ച് മൈനസ് ഇടാവുള്ളൂ, കാരണം വെറുതെ നമ്മൾ മൈനസ് ഇട്ടാൽ m-1 അങ്ങ് വായിച്ചു പോകും. പക്ഷേ ഇൻറ്റു -1 കൊണ്ട് ഗുണിക്കുവാണ്. എ കാണാനായിട്ട് n ഈ ടൈം RHSലേക്ക് പോകുമ്പോൾ പ്ലസ് m-1 ആയിട്ട് n+m-1 ആവുന്നു. എയുടെ വില വരച്ചിടുക. പിയത്ത് ടൈം AP കാണാനുള്ള ഫോർമുല a പ്ലസ് p-1 ഇൻറ്റു ഡി. ANൻ്റെ ഫോർമുല a പ്ലസ് n-1 ഇൻറ്റു ഡി. അതുപോലെ AP കാണാനുള്ള ഫോർമുല a പ്ലസ് p-1 ഇൻറ്റു ഡി. എയുടെ സ്ഥാനത്ത് n+m-1 പ്ലസ് p-1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് -1. കാൽക്കുലേഷൻ ചെയ്താൽ മതി. m+n-1 മൈനസ് p പ്ലസ് 1. -1 +1 ക്യാൻസലായിട്ട് m+n - p എന്ന് ആൻസർ കിട്ടുന്നു. ഇനി ഓർ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട്. ദ 6th ടേം ഓഫ് ദ സീക്വൻസ് ഹൂസ് nth ടേം ഈസ് an ഈസ് ഈക്വൽ ടു 2n - t/6. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. an തന്നിട്ട് 6th ടേം കാണാനൊക്കെ നല്ല എളുപ്പമാണ്. an ഈസ് ഈക്വൽ ടു 2n - t/6 എടുത്തെഴുതി. 6th ടേം എന്ന് പറഞ്ഞാൽ a6 കാണുക. എന്നിൻ്റെ സ്ഥാനത്ത് 6 വന്നു. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 × 6 - 3/6 12 - 3 9 9/6 3/2 എന്ന് ആൻസർ കിട്ടി. ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ടു ഇൻഫിനിറ്റി ഓഫ് ദ സീക്വൻസ് 1 1/3 1/9 എക്സെട്ര. സം ടു ഇൻഫിനിറ്റി ഓഫ് ദ സീക്വൻസ് 1 1/3 1/9 എക്സെട്ര. സം ടു ഇൻഫിനിറ്റി പഠിച്ചിരിക്കുന്നത് GPക്ക് മാത്രമാണ്. GP ആണോ നോക്കുക. ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 1/3, തേർഡ് ടൈം 1/9 എക്സെട്ര. അപ്പോൾ ഈ GP ആണ്. ഫസ്റ്റ് ടൈമിനെ 1/3 കൊണ്ട് ഗുണിച്ചു, സെക്കൻഡ് ടൈം കിട്ടി. സെക്കൻഡ് ടൈമിനെ വീണ്ടും 1/3 കൊണ്ട് ഗുണിച്ചു, തേർഡ് ടൈം കിട്ടി. GP തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് 1 1/3 1/9 എക്സെട്ര GP ആണ് നോക്കി തന്നെ മനസ്സിലാക്കുക. S ഇൻഫിനിറ്റിയുടെ ഫോർമുല a/1 - r. S ഇൻഫിനിറ്റി a/1 - r. സം ടു ഇൻഫിനിറ്റി S ഇൻഫിനിറ്റി a/1 - r. A1 കോമൺ റേഷ്യോ എന്തുകൊണ്ട് ഗുണിച്ചാണ് മുന്നോട്ട് പോയത്. 1/3 ഉണ്ട്. വെറുതെ നോക്കി എഴുതാം. ഇല്ലെങ്കിൽ സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം ചെയ്ത്, അല്ലെങ്കിൽ തേർഡ് ടൈം ബൈ സെക്കൻഡ് ടൈം ചെയ്തോ r കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈമിനെ എന്തുകൊണ്ട് ഗുണിച്ചു സെക്കൻഡ് കിട്ടി, സെക്കൻഡിനെ എന്തുകൊണ്ട് ഗുണിച്ചു തേർഡ് കിട്ടി. ഒരേ കാര്യം കൊണ്ട് ഗുണിച്ചാണ് പോകാവുള്ളൂ. അത് r ആണ്. 1/3 ആണ്. a/1 - r. 1/1 - 1/3 1/1 ന്ന് 1/3 കുറച്ചാൽ, ഇതൊക്കെയാണ് ചില പിള്ളേർക്ക് അറിയാമുള്ളാത്തത്. 1 ന്ന് 1/3 കുറയ്ക്കാൻ. 1 എന്ന് പറഞ്ഞാൽ 3/3 ആണ്. 3/3 - 1/3 എന്ന് നമ്മൾ മനസ്സിലോർക്കുവാണ്. 3/3 ആണ് 1 - 1/3. അപ്പോൾ 2/3 കിട്ടും. പിന്നെ സംഖ്യ ഫ്രാക്ഷൻ ബ്രാക്കറ്റ് ഇട്ടു. 1/, ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് 1 × 3/2 വരുന്നു. 1 × റെസിപ്രോക്കൽ ഇട്ട് ഗുണിക്കുമ്പോൾ × 3/2 അങ്ങനെ വന്നിട്ട് ഫൈനൽ ആൻസർ 3/2. C part. If ABC are in GP and a⁻1/x is equal to b⁻1/y is equal to c⁻1/z, prove that x, y, z are in AP. തന്നിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ABC are in GP. 2, a⁻1/x is equal to b⁻1/y is equal to c⁻1/z. ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് x, y, z are in AP. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ കാര്യം ABC are in GP വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്ന ഒറ്റ കാര്യം b² ഈസ് ഇക്വൽ ടു AC. b² ഈസ് ഇക്വൽ ടു AC. അല്ലെങ്കിൽ നടുക്കെടുക്കുന്ന B അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന എയുടെയും സിയുടെയും ജിയോമെട്രിക് മീനാണ്. അപ്പോൾ B √AC എന്ന് പഠിച്ചിട്ടുണ്ട്. അത് മറ്റൊരു രീതിയിൽ പറയുന്നതാണ് b² ഈസ് ഇക്വൽ ടു AC. ഈ കാര്യം നമുക്ക് ഈ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. കൂടാതെ തന്നിരിക്കുന്ന രണ്ടാമത്തെ കാര്യം a⁻1/x ഈസ് ഇക്വൽ ടു b⁻1/y ഈസ് ഇക്വൽ ടു c⁻1/z. അങ്ങനെ ഈക്വലാണെന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കാതെ അതെല്ലാം K ആണെന്നിരിക്കട്ടെ, KC അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എടുത്തു.
എ റൈസ് ടു 1/x k ആണ്, ബി റൈസ് ടു 1/yയും k ആണ്, സി റൈസ് ടു 1/zഉം k ആണ്. അങ്ങനെ ഓരോന്നും നമുക്ക് k ആയിട്ട് എടുക്കാം. എ റൈസ് ടു 1/xഉം k ആണ്, ബി റൈസ് ടു 1/yയും k ആണ്, സി റൈസ് ടു 1/zഉം k ആണ്. എ റൈസ് ടു 1/x k ആണെങ്കിൽ എ എന്താണ്? k റൈസ് ടു x. ബി റൈസ് ടു 1/y k ആണെങ്കിൽ ബി എന്താണ്? k റൈസ് ടു y. സി റൈസ് ടു 1/z k ആണെങ്കിൽ സി എന്താണ്? k റൈസ് ടു z. നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെ എഴുതിയത്? എ റൈസ് ടു 1/xൻ്റെ റൈസ് ടു 1/x നമ്മൾ കളയാൻ വേണ്ടി ഓൾ റൈസ് ടു എക്സ് എടുത്തു. ഈ സൈഡിൽ ഓൾ റൈസ് ടു എക്സ് എടുത്തു. അപ്പോൾ ഈ റൈസ് ടു വന്ന 1/xഉം അതിന് ഓൾ റൈസ് ടു എടുത്ത എക്സും കൂടി ഗുണിച്ച് അത് 1 ആയി മാറുന്നു. എ റൈസ് ടു 1 ആയി മാറുന്നു. ഈ സൈഡ് എ റൈസ് ടു 1/xന് ഓൾ റൈസ് ടു എക്സ് എടുക്കുമ്പോൾ വില വ്യത്യാസം വരാതെ ഇരിക്കാൻ അതിൻ്റെ RHSലും റൈസ് ടു എക്സ് എടുക്കുന്നു. അപ്പോൾ RHS k റൈസ് ടു എക്സ് ആകുമ്പോൾ LHS എ റൈസ് ടു 1/xന് ഓൾ റൈസ് ടു എക്സ് എടുക്കുമ്പോൾ ഇവ തമ്മിൽ ഗുണിച്ച് അത് 1/xഉം എക്സും കൂടെ ഗുണിച്ച് 1 ആയി മാറി. അങ്ങനെയാണ് എ റൈസ് ടു 1 എ ആവുന്നത്. അപ്പോൾ എ k റൈസ് ടു എക്സ്, അതുപോലെ ഇവിടുന്ന് ബി k റൈസ് ടു y, അതുപോലെ ഇവിടുന്ന് സി k റൈസ് ടു z. ഓരോന്നും k ആയിട്ട് നമ്മൾ എടുത്ത് ഈ റിസൾട്ടിലേക്ക് കൊണ്ടുവരണം. ഇനി പുട്ട് ദ വാല്യൂസ് ഓഫ് എ ബി സി ഇൻ ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സി. ഇപ്പോൾ നമുക്ക് കിട്ടിയ എയുടെയും ബിയുടെയും സിയുടെയും വില ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ സ്ഥാനത്ത് k റൈസ് ടു y ഇടുക. ഓൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സി k റൈസ് ടു എക്സ് ഇൻറ്റു k റൈസ് ടു z. നിങ്ങൾക്കറിയാം എക്സ് റൈസ് ടു എം, ഓൾ റൈസ് ടു എൻ, എക്സ് റൈസ് ടു എം എൻ ഇവ തമ്മിൽ ഗുണിക്കുവാണ്. എക്സ് റൈസ് ടു എം, ഓൾ റൈസ് ടു എൻ, എക്സ് റൈസ് ടു എം എൻ ഇവ തമ്മിൽ ഗുണിക്കുവാണ്. അങ്ങനെ ഫോർമുലയുണ്ട്. അപ്പോൾ k റൈസ് ടു 2y വരും. ഇത് k റൈസ് ടു എക്സും k റൈസ് ടു ഇസഡും കൂടെ വിളിക്കുമ്പോൾ റൈസ് ടു തമ്മിൽ കൂട്ടും. k റൈസ് ടു എക്സ് പ്ലസ് ഇസഡ് രണ്ടും k റൈസ് ടു ആണ്. അപ്പോൾ ഈ പവർ ഈക്വലാണ് 2y സമം എസ് പ്ലസ് ഇസഡ് വരുന്നു. 2y സമം എസ് പ്ലസ് ഇസഡ് ആണെങ്കിൽ y എന്താണ്? എസ് പ്ലസ് ഇസഡ് ബൈ 2. y എസ് പ്ലസ് ഇസഡ് ബൈ 2 ആണെങ്കിൽ നമുക്ക് പറയാം y നടുക്ക് വരും. y അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇസഡ് ആണ്. അതാണല്ലോ y ഈസ് ഇക്വൽ ടു എസ് പ്ലസ് ഇസഡ് ബൈ 2 എന്ന് പറയുന്നത്. y അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇസഡ് ആകുമ്പോൾ എക്സ് y ഇസഡ് ആർ ഇൻ എ പി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തുന്നത്. നമുക്ക് ക്വസ്റ്റിന് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എ ബി സി ആർ ഇൻ ജി പി ആൻഡ് എ റൈസ് ടു 1/x ഈസ് ഇക്വൽ ടു ബി റൈസ് ടു 1/y ഈസ് ഇക്വൽ ടു സി റൈസ് ടു 1/z. ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നമ്മൾ രണ്ട് റിസൾട്ട് ഉണ്ടാക്കണം. എ ബി സി ആർ ഇൻ ജി പി ആണെങ്കിൽ ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സി എന്നും, ഇത് മൂന്നും തുല്യമാണെങ്കിൽ അതെല്ലാം k ആണെന്നും എടുക്കണം. ഇനി ഓരോന്നും kയുമായിട്ട് തുല്യപ്പെടുത്തുമ്പോൾ എ റൈസ് ടു 1/x k, ബി റൈസ് ടു 1/y k, സി റൈസ് ടു 1/z k. ഇത് എ സമം k റൈസ് ടു എക്സ്, ബി സമം k റൈസ് ടു y, സി സമം k റൈസ് ടു z ആയിട്ട് മാറുന്നു. ഇംപ്ലൈസ് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെയൊരു റിസൾട്ട് ഉണ്ട്. ഇംപ്ലൈസ് എന്നാണ് ഇത് വായിക്കുന്നത്. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഈ LHSഉം ഈ RHSഉം ഓൾ റൈസ് ടു എക്സ് എടുത്തു. ഇവിടെ അപ്പോൾ k റൈസ് ടു എക്സ് വന്നു. ഈ LHSൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെ ഉള്ള 1/x ഓൾ റൈസ് ടു എക്സും കൂടെ ഇട്ട് ഗുണിക്കുമ്പോൾ പവർ തമ്മിൽ ഗുണിച്ച് 1/xഉം എക്സും കൂടെ ഗുണിച്ച് 1 ആയി മാറുന്നു. എ റൈസ് ടു 1. അത് തന്നെയാണ് ഈ രണ്ടെണ്ണത്തിലും സംഭവിച്ചത്. അപ്പോൾ ബി k റൈസ് ടു y, സി k റൈസ് ടു z. ഇനി ഈ എയുടെയും ബിയുടെയും സിയുടെയും വില ഈ ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സി എന്ന റിസൾട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ സ്ഥാനത്ത് k റൈസ് ടു y ഓൾ സ്ക്വയർ, എയുടെ സ്ഥാനത്ത് k റൈസ് ടു എക്സ് ഇൻറ്റു സിയുടെ സ്ഥാനത്ത് k റൈസ് ടു z. നിങ്ങൾക്കറിയാം എക്സ് റൈസ് ടു എം, ഓൾ റൈസ് ടു എൻ, എക്സ് റൈസ് ടു എം എൻ. അപ്പോൾ y ഇൻറ്റു 2y, k റൈസ് ടു 2y. ഇവ തമ്മിൽ റൈസ് ടു കൂട്ടുവാണ് ഗുണിക്കാൻ വേണ്ടി k റൈസ് ടു എസ് പ്ലസ് ഇസഡ്. രണ്ടും k റൈസ് ടു ആണ്, അത് ഈക്വലാണ്. അപ്പോൾ ഇവിടെ പവർ ഈക്വലാണ്. 2y സമം എക്സ് പ്ലസ് ഇസഡ്, y എസ് പ്ലസ് ഇസഡ് ബൈ 2. y എസ് പ്ലസ് ഇസഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ y ഈസ് ദ അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇസഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ x, y, z ആർ ഇൻ എ പി. ഇപ്പം നമ്മൾ പഠിച്ചത് ഈ സി പാർട്ട്. പിന്നെ
സി പാർട്ട് ഇച്ചിരി വലിയ കണക്കാണ്. എ പാർട്ട് നല്ല എളുപ്പമാണ്, ബി പാർട്ടും കുഴപ്പമില്ല, സി പാർട്ട് ഈ രണ്ട് സി പാർട്ടാണ് ഇച്ചിരി വലിയ കണക്ക്. ഒരു കുഞ്ഞു കണക്കും കൂടെ അടുത്തതിൽ ഒരു ചെറിയ കണക്കൂടെ പഠിച്ചേക്കാം. 4 എ പാർട്ട്. ജോമെട്രിക് മീൻ ഓഫ് 16 and 4 ഈസ് ഡാഷ്. ജോമെട്രിക് മീൻ ഓഫ് 16 and 4 ഈസ് ഡാഷ്. ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി റൂട്ട് എ ബി. അങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി റൂട്ട് എ ബി. അപ്പോൾ ജോമെട്രിക് മീൻ ഓഫ് 16 and 4 റൂട്ട് 16 × 4. ജോമെട്രിക് മീൻ എക്സ് ഈസ് ഇക്വൽ ടു റൂട്ട് എ ബി ആണ്. അപ്പോൾ ജോമെട്രിക് മീൻ റൂട്ട് എ ബി എക്സ് എന്ന് വെറുതെ പേരിട്ടുന്നേ ഉള്ളൂ. ജോമെട്രിക് മീൻ റൂട്ട് എ ബി ഓഫ് എ ആൻഡ് ബി. ജോമെട്രിക് മീൻ ഓഫ് എ ആൻഡ് ബി റൂട്ട് എ ബി ആൻഡ് എക്സ് എന്ന് പേരിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ജോമെട്രിക് മീൻ ഓഫ് 16 and 4 ഈസ് റൂട്ട് ഓഫ് 16 × 4 റൂട്ട് 64 8. ഇത്രയും കണക്കുകൾ പഠിപ്പിച്ച് നിർത്തുവാണ്. ബി പാർട്ട് സി പാർട്ടൊക്കെ അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. ഈ പറയുന്ന 3, 4, 5 പ്രോബ്ലത്തിൽ ചിലത് ചെറുതാണ്, 1, 2 കണക്കേ വലുതുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് വൈകുന്നേരത്തെ പരീക്ഷ എഴുതുക.